ഖുതുബുസ്സമാൻ സയ്യിദി മമ്പുറം അലവി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഖുതുബുസ്സമാനാണ്, അതായത് മുറബ്ബിയായ ഷെയ്ഖാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഖാദിരിയ ത്വരീഖത്തിന്റെ ബാലവി വഴിയിലൂടെ ഖുതുബുസ്സമാൻ ലോകത്തെ നയിച്ചിട്ടുണ്ട്. എന്നിട്ട് അവസാനം ഇതൊക്കെ ആലിമീങ്ങളിൽപ്പെട്ട ശുദ്ധാത്മാക്കളായ പലരും തെളിയിച്ചപ്പോ പറഞ്ഞു, എന്നാലും മമ്പുറത്തെ തങ്ങള് അങ്ങനെ ഒരു ത്വരീഖത്ത് പ്രസ്ഥാനമൊന്നും നടത്തിയിട്ടില്ല. അതിനൊക്കെ മറുപടി പറയാൻ ഇന്ന് അൽഹംദുലില്ലാ ആ ഭാഗത്ത് തന്നെ ആളുകൾ ഉണ്ട് എന്നത് നമുക്ക് സമാധാനമാണ്. ഇന്നും സത്യത്തിന്റെ എല്ലാ കിരണങ്ങളും അവസാനിച്ചു കഴിഞ്ഞിട്ടില്ല. ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങളെ കുറിച്ച് ഖുതുബുസ്സമാൻ എന്നാണല്ലോ നമ്മൾ പറയുക. അതിന് ഏതോ ഒരു മുസ്ലിയാർ മറുപടി പറഞ്ഞത് ഖുതുബുസ്സമാൻ എന്നതൊക്കെ സാധാരണഗതിയിൽ സാധാരണക്കാര് പറഞ്ഞ് പ്രചരിപ്പിച്ചതാണ് എന്ന് ഒഴിഞ്ഞു മാറാൻ വരെ ശ്രമിച്ചു. ദുഃഖകരമാണ്. എന്നാൽ മമ്പുറം തങ്ങളെപ്പറ്റി ഖുതുബുസ്സമാൻ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞത് സാധാരണക്കാരല്ല. ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു തന്റെ ഷെയ്ഖാണ്. ആ ഷെയ്ഖ് വഫാത്തായപ്പോൾ മമ്പുറം തങ്ങളെ പറ്റി പറഞ്ഞു, ഖുതുബുസ്സമാനി സിറാജുൽ അർളി സയ്യിദുന മിൻ ദാരി ദുനിയാ ഇലാ ദാരിൽ ബഖാഇ സറാ. ഖുതുബുസ്സമാൻ എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് പുകഴ്ത്തി പാട്ട് പാടിയത് ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന്റെ ഷെയ്ഖാണ് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. وبعد فتشريف السلام المؤبد إلى حضرة العلوي شيخي ومرشدي. വെളിയങ്കോട് ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു സാമ്രാജ്യത്വ ശക്തികളോട് പോരാടിയതിന്റെ പേരിൽ ജയിലറക്കുള്ളിൽ അകപ്പെട്ടു. സമര പോരാട്ടത്തിന്റെ ഭാഗമായി അദ്ദേഹം സമുദായത്തിനു വേണ്ടിയും രാഷ്ട്രത്തിനു വേണ്ടിയും പ്രവർത്തിച്ചു. ആ തടവറക്കുള്ളിൽ നിന്ന് തന്റെ ഷെയ്ഖായ മുറബ്ബിയായ ഷെയ്ഖായ മമ്പുറം തങ്ങൾക്ക് കത്തെഴുതുകയാണ്. തരീമിയുദാരിൻ ഹളറമിയു ശരീഫു മിൻ ഖുലാഫാത്തി ഔലാദിൻ നബിയ്യി മുഹമ്മദി ലഹു ഫീ തിരൂരങ്ങാടി ഫീ അർളി മമ്പുറം അയ്യാലുൻ ദിയാറുൻ മഅ മഖാമിൻ വമസ്ജിദി സലാമുൻ മിനൽ മഹ്ബൂസി ഖദ്ദാമുകും ഉമർ മുരീദുകുമുൽ ആസിൽ ഫഖീരിൽ മുകമ്മദി. എന്റെ ഷെയ്ഖാണ് മമ്പുറം തങ്ങൾ, ഞാൻ നിങ്ങളുടെ മുരീദാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുതുബുസ്സമാൻ എന്ന് തന്നെ ബൈത്ത് ചൊല്ലിയ ആളാണ് സയ്യിദി ഉമറുൽ ഖാദി തങ്ങൾ മമ്പുറം തങ്ങളെ പറ്റി. അപ്പോൾ പിന്നെ അടവൊന്ന് മാറ്റിയിട്ട് പറഞ്ഞു, അദ്ദേഹം കൂടുതൽ ആളുകൾക്കൊന്നും ത്വരീഖത്ത് കൊടുത്തിട്ടില്ല, ഒന്നോ രണ്ടോ ആളുകൾ മാത്രമേ ഉള്ളൂ. പിന്നീടാണ് പണ്ഡിതന്മാർ മമ്പുറം തങ്ങളിൽ നിന്ന് ത്വരീഖത്ത് സ്വീകരിച്ച ഒട്ടനവധി പേരുടെ ചരിത്രവും കിതാബിന്റെ രേഖ ഉദ്ധരിച്ചുകൊണ്ട് അവതരിപ്പിച്ചത്. അപ്പോൾ പിന്നെ മാറി അടവ്. ഖുതുബുസ്സമാൻ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ത്വരീഖത്ത് പ്രസ്ഥാനം എന്ന നിലക്കൊന്നും പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെ ഖുതുബുസ്സമാൻ എല്ലാവർക്കും ത്വരീഖത്ത് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ കേരളം മുഴുവൻ മമ്പുറം ത്വരീഖത്ത് ആകുമായിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. പുന്മള ഉസ്താദിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ അലവി സഖാഫി കൊളത്തൂര് ഇത് സംബന്ധമായി പറഞ്ഞത് നമുക്ക് കേൾക്കാവുന്നതാണ്. സഹോദരന്മാരെ, മമ്പുറം തങ്ങൾ ഖുതുബുസ്സമാനാണ്, സംശയമില്ല. ലക്ഷമന്ത്രി ഷേഖിന്റെ ത്വരീഖത്തിന്റെ ഷെയ്ഖായിരുന്ന താങ്കൾ നമുക്ക് തർക്കമില്ല. ഞാൻ ചോദിക്കട്ടെ, അവരൊക്കെ എന്നിട്ട് നിങ്ങളും ചെയ്യണമായി കണ്ട് അണ്ടൻ മറകൊറന്നൊക്കെ നമ്മളൊന്ന് തെളിയിച്ചു കഴിക്കാൻ എവിടെയാണ് മമ്പുറം കൊടുത്തത്? തെളിയിക്കാൻ കഴിയും, ഞാൻ തെളിയിക്കാൻ കഴിയും. മമ്പുറം തങ്ങളുടെ ത്വരീഖത്ത് കൊടുക്കണം, എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഫലം പറയാം. ത്വരീഖത്ത് കൊടുത്ത് മമ്പുറം തങ്ങൾ മുരീദാക്കി നിങ്ങളൊരു കാര്യം ചിന്തിച്ചു. മമ്പുറം തങ്ങൾ എങ്ങാനും ത്വരീഖത്ത് കൊടുക്കാൻ നിരത്തില്ലെങ്കിൽ കേരളത്തിൽ മമ്പുറം ത്വരീഖത്തല്ലാതെ വേറെ ത്വരീഖത്തുണ്ടാവും. എന്നാലേ ഞാൻ മറുപടി പറയണ്ട, അതിനൊക്കെ അല്ലാഹു തആല നല്ല ആൺകുട്ടികളെ ഏൽപ്പിച്ചിട്ടുണ്ട്. സിറാജ് പത്രാണ് ഏറ്റവും പുതിയത്, പഴയതൊന്നുമല്ല. സർക്കാർ തല ബാലവാർഷികവും ചില ഭക്തി ചിന്തകളും സിറാജ് 2007 പ്രിയപ്പെട്ട ഡോക്ടർ ഹുസൈൻ എണ്ടത്താനി ഇവർക്ക് മറുപടി കൊടുക്കുന്നു. സിറാജ് പത്രത്തിൽ ഖാദിരി ത്വരീഖത്തിന്റെ ശാഖയായ എണ്ടത്താനി എഴുതുന്നു, ബാലവി മാർഗത്തിലൂടെ മതപ്രബോധനം നടത്തിയ മമ്പുറം തങ്ങൾ ഷെയ്ഖ് മുരീദ് പ്രസ്ഥാനം സംഘടിപ്പിച്ചിട്ടേ ഇല്ല എന്ന് കണ്ണും ചിമ്മി കള്ളമെഴുതുമ്പോൾ നമുക്കെങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയും? സബാഷ്. ഇവരെയൊക്കെ നരകത്തിൽ തള്ളിയിട്ട് എന്ത് ഇസ്ലാമാണ് നമ്മുടെ ചില സുഹൃത്തുക്കൾ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്? ത്വരീഖത്തുകളുടെ സംരക്ഷകരെന്ന് അവകാശപ്പെടുന്നവരും ശ്രദ്ധിക്കണം. ത്വരീഖത്തുകളുടെ സംരക്ഷകരെന്ന് അവകാശപ്പെടുന്നവരും ശ്രദ്ധിക്കണം.
എന്നിട്ട് കണ്ടത്താണിയുടെ വിലയിരുത്തൽ ശരിയായ തരീഖത്തുകൾ പ്രബോധനം ചെയ്യാത്തത് കൊണ്ടാണ് വ്യാജന്മാർ പെരുകുന്നത്. തരീഖത്ത് വേണ്ട, നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിയാൽ മാത്രം മതി എന്ന് പറയലല്ല, സംഘടനയിൽ തന്നെ ഉണ്ടല്ലോ ഷെയ്ഖുമാർ എന്ന് പറയലല്ല, ദർസിൽ ഓതിത്തന്ന ഉസ്താദ് തന്നെയാണ് ഷെയ്ഖ് എന്ന് പറയലല്ല. കണ്ടത്താണി പറയുന്നു ശരിയായ തരീഖത്തുകൾ പ്രബോധനം ചെയ്യാത്തത് കൊണ്ടാണ് വ്യാജന്മാർ പെരുകുന്നത്. വ്യാജന്മാരെ വടിയും വമ്പും കൊണ്ട് മാത്രം തുരത്താനാവില്ല. ഹൃദയത്തിൽ കൂടുകെട്ടിയ വിശ്വാസങ്ങളെ ഭീഷണി കൊണ്ടും വീമ്പ് പറഞ്ഞും ഇല്ലാതാക്കാനാവില്ല. ശരിയായ തരീഖത്തുകൾ പ്രചരിപ്പിക്കുമ്പോഴേ വ്യാജന്മാരില്ലാതാവുകയുള്ളൂ. ഇതന്നെ കേരളത്തിലെമ്പാടും വ്യാജന്മാരുണ്ട്. ഞാനത് എപ്പോഴും എന്റെ പ്രസംഗത്തിൽ പറയാറുണ്ട്. അതിന് ഹക്കായ തരീഖത്ത് അവരുടെ മുമ്പ് കാണിച്ചു കൊടുക്കുക ഹക്കിന്റെ ആളുകൾക്ക്. മനുഷ്യർ തേടുന്നത് സമാധാനമാണ്. അവരുടെ ഹൃദയങ്ങളിൽ ആത്മീയതയുടെ വെളിച്ചം പകരണം. അതിന് തരീഖത്തുകൾ തന്നെയാണ് അഭികാമ്യം. കുറെ കർമ്മങ്ങളും ആചാരങ്ങളും പരിപാടികളും കൊണ്ട് മാത്രം ഹൃദയങ്ങൾക്ക് ശാന്തി നൽകാനാവില്ല. കണ്ടെത്താൻ എഴുതിയ എത്ര നല്ല വാക്കുകൾ. ഗുരുവിന്റെ സമക്ഷത്തിങ്കൽ ഇരുന്നു കൊണ്ട് ദൈവമന്ത്രങ്ങൾ ജപിച്ച് മനസ്സിനെ ഏകാഗ്രതയിലേക്ക് യാത്രയാക്കുമ്പോഴേ മനസ്സമാധാനമുണ്ടാവുകയുള്ളൂ. മനഃശാന്തിയാണ് സംഘഫലത്തെക്കാൾ പ്രധാനം. ഈ അടുത്ത് ഈ വിവാദം നടന്നിട്ട് ഇതിന്റെ സംഘടനക്കാർ മുഴുവൻ തരീഖത്തിനെ വളരെയേറെ ആക്ഷേപിച്ച് നടക്കുമ്പോ കണ്ടെത്താൻ എഴുതിയ വാക്കാണ്. എന്നിട്ട് അദ്ദേഹം സമാപിക്കുന്നത് അള്ളാന്റെ റഹ്മത്ത് ഇങ്ങനെ ചൊന്നോർക്കും ഇതിനെ പാടുന്നോർക്കും മേലെ കേൾക്കുന്നോർക്കും ഇത്തീരാ പോരീഷ ഉള്ളോരു ഷെയ്ഖീനെ ഇട്ടേ ചെവിടേക്ക് പോകുന്നു ബോഷരേ എന്നാണ് എല്ലാവരോടും നമുക്ക് പറയാനുള്ളത്. എനിക്കും പറയാനുള്ളത് അത് തന്നെയാണ്. ചുരുക്കത്തിൽ അവരൊക്കെ സ്വീകരിച്ച ഈ നയം എന്തുകൊണ്ട് റസൂഖിയ്യത്തുമ്മൽ എത്തുമ്പോഴും അല്ലെങ്കിൽ അതുപോലുള്ള നമുക്ക് ഭീഷണിയാകുമെന്ന് തോന്നുമ്പോ അപ്പോഴേ എതിർപ്പുള്ളൂ. പ്രിയപ്പെട്ട പെരുമള ഉസ്താദ് റസൂഖിയ്യത്തിനെ വിമർശിക്കാൻ മുഖ്യമായി ഉപയോഗിക്കുന്ന ആ കേസത്തിൽ ആരെയും വെറുതെ വിട്ടിട്ടില്ല. പട്ടിക്കാട്, കന്യാല, സയ്യിദി മൗല റളിയല്ലാഹു അൻഹു, ഞാൻ അറിഞ്ഞെടുത്തോളം അങ്ങനെയാണ്. ഞാൻ അങ്ങനെയാണ് പറയാ. ഞാൻ അത്തരം ആളുകളെ ആദരിക്കുന്നു. കേരളത്തിലെ 10,000-കണക്കിന് ഉലമാക്കൾ അദ്ദേഹത്തെ ഷെയ്ഖായി കാണുന്നു. അദ്ദേഹത്തിന്റെ തെർബിയത്ത് കിട്ടുന്നവരായി എപ്പോഴും എത്രയോ ആലിമീങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. കള്ള തരീഖത്താണ് എന്ന് പറഞ്ഞ് ഈ പൊന്മള ഉസ്താദ് പ്രസംഗിച്ചിട്ടില്ലേ? പട്ടിക്കാട് മൗല റളിയല്ലാഹു അൻഹുവിന്റെ ദിക്ർ ചൊല്ലുന്ന എത്ര സഖാഫികളെ ഈ AP ഉസ്താദും ഈ പൊന്മളയും ഈ പേരോടും പിന്തിരിപ്പിച്ചിട്ടുണ്ട്. അവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അപ്പൊ കാടിന്റെയല്ല, തലപ്പാവിന്റെയല്ല, പട്ടിക്കാട് മൗലക്കാരൊക്കെ ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആലിമീങ്ങൾ വന്നിരുന്നു അദ്ദേഹത്തിന് വഫാത്ത്. ഞാൻ പോയിരുന്നു. AP വിഭാഗത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരൊറ്റ കുട്ടി അവിടെ വന്നിട്ടില്ല. അപ്പൊ കക്കാടിന്റെ തരീഖത്തിന് ഷെയ്ഖിന് ഇങ്ങനെ തകരാറ്. അതുകൊണ്ടൊന്നും അല്ലത്. ഹഖായ ഒരു തരീഖത്തിനെയും ഷെയ്ഖിനെയും വെറുതെ വിടില്ല എന്ന് തന്നെയാണ് നയം. ലോകപ്രസിദ്ധനായ മുറബ്ബി സയ്യിദി അബ്ദുൽ ഖാദിർ ഈസ റളിയല്ലാഹു അൻഹു ഹഖായിഖുൻ അനി തസവ്വുഫ് എന്ന കിതാബ് എഴുതിയ മഹാനാണ്. അദ്ദേഹത്തിൽ നിന്ന് ത്വരീഖത്ത് സ്വീകരിച്ച കേരളത്തിലെ അഭിവന്യനായ അത്തിപ്പറ്റ ഉസ്താദ് വലിയ മഹാനാണ്. അദ്ദേഹത്തിന്റെ ത്വരീഖത്തിനെയും പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ വളരെ മോശപ്പെട്ട രൂപത്തിൽ ഫോറിൻ ത്വരീഖത്ത്, ജോർദാൻ ത്വരീഖത്ത് എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് കളിയാക്കി ഇവിടെ കാസറ്റ് വിൽക്കുന്നുണ്ട്. ഒരു അത്തിപ്പറ്റക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ആലിമീങ്ങളും സ്വാലിഹീങ്ങളും അത്തിപ്പറ്റ ഉസ്താദുമായി ബന്ധപ്പെടുന്നവരുണ്ട്. നമുക്കൊക്കെ പരിചയമുണ്ട്. ലോകോത്തരമായി നിലനിൽക്കുന്ന പ്രശസ്തമായ തരീഖത്താണ് തീജാനിയ. സയ്യിദി അഹ്മദ് തീജാനി റളിയല്ലാഹു അൻഹു മഹാന്മാരായ ഇമാമുകളും പിൽക്കാലക്കാരും ഒക്കെ വളരെ പുകഴ്ത്തി പറഞ്ഞ മഹാനാണ് സയ്യിദി അഹ്മദ് തീജാനി റളിയല്ലാഹു അൻഹു. അവരുടെ തരീഖത്തിനെയും വല്ലാതെ പറഞ്ഞിട്ടില്ലേ? കുഫ്രിയത്ത് ആരോപിച്ചുകൊണ്ടല്ലേ സ്വലാത്തിനും ഇൽമിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് വളരെയേറെ ഖിദ്മത്തുകൾ സമർപ്പിച്ച എത്രയോ ആലിമീങ്ങൾ ഈ കേരളത്തിലുണ്ട്. തീജാനിയ ത്വരീഖത്തിന്റെ അഹ്ലുകാർ അവരെ അധിക്ഷേപിച്ച് പ്രസംഗിച്ചിട്ടില്ലേ? എഴുതിയിട്ടില്ലേ പൊന്മള ഉസ്താദ്? പ്രിയപ്പെട്ട മഅദനി കിറാമിൽ വന്നപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഷെയ്ഖ് മുഹമ്മദ് ഉസ്മാൻ അബ്ദുൽ ബുർഹാനിയിൽ നിന്നാണ് ഷെയ്ഖ് മുഖ്താർ സ്വീകരിച്ചത്. മുഖ്താറിനെ കണ്ടിട്ടല്ല, മുഖ്താർ അല്ല മുന്നിൽ. മുഖ്താർ റളിയല്ലാഹു അൻഹു ഇന്നത്തെ ആളാണ്. ആ അർത്ഥത്തിൽ അദ്ദേഹത്തെ മാത്രമേ കാണുന്നുള്ളൂ. അത് വേറെ കാര്യം. മുഖ്താർ റളിയല്ലാഹു അൻഹു സ്വീകരിക്കുന്ന മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്.